ഓക്കെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹൈവേ എഞ്ചിനീയറിംഗ്. അപ്പം SSC JE എക്സാമിന് ഉള്ള ഹൈവേ എഞ്ചിനീയറിംഗ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഹൈവേ എഞ്ചിനീയറിംഗിലെ ഫ്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഹൈവേ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഹൈവേസ് എന്തൊക്കെയാണ് വേണ്ടത്? ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻസ്, ക്രോസ് സെക്ഷൻസ് ആർ റിക്വയർഡ്, ബോത്ത് A and B. അറിയാന്നുള്ളവർക്ക് കമന്റ് ചെയ്യാം കേട്ടോ. വെരി ഗുഡ്. യെസ് ആര്യ, യെസ് ആര്യ, A and B ആണ് കേട്ടോ ആൻസർ. യെസ്, ക്രോസ് സെക്ഷനും വേണം, ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻസും വേണം. ഓക്കെ, സോ നിങ്ങൾ താഴത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ലിങ്ക് നോക്കി അറിയാം നിങ്ങൾക്ക് നമ്മളുടെ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ അതിനൊക്കെ അപ്ലൈ ചെയ്തിരിക്കണു എന്ന് വിചാരിക്കണു. ഓക്കെ, പുതിയ നോട്ടിഫിക്കേഷൻ കേരള PSCയുടെ ഒരെണ്ണം വന്നിട്ടുണ്ട് ട്രേസറിന്റെ എക്സാമിന്. അത് ബിടെക് കഴിഞ്ഞവർക്കും ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ വന്നിട്ട് അപ്ലൈ ആവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, താല്പര്യമുള്ളവർ അപ്ലൈയും ചെയ്യാം. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the camber for hill roads in case of bituminous surfacing is adopted as. bituminous surfacing എത്രയാണ് in case of bituminous surfacing എത്രയാണ് പെർസെൻറ്റേജ്? എത്ര പെർസെൻറ്റേജ് ആണ് അഡോപ്റ്റഡ് എന്നുള്ളതൊന്ന് പറയണം. അറിയുന്നവർ കമന്റ് ചെയ്യുക. 2%. ഓക്കെ, ഈ 2% പറഞ്ഞതിന്റെ റീസൺ എനിക്ക് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതായിരിക്കും 2% പറഞ്ഞതിന്റെ റീസൺ. ഫോർ ബിറ്റൂമിനസ് സർഫസിങ് നമ്മൾ തിൻ ബിറ്റൂമിനസ് സർഫസിങ് കേസ് ആണ് എടുക്കേണ്ടത്. ഇനി ഇതിനകത്ത് വന്നിട്ട് ദ കേംബർ ഫോർ ഹിൽ റോഡ്സ് ഇൻ കേസ് ഓഫ് ബിറ്റൂമിനസ് സർഫസിങ് ഇസ് അഡോപ്റ്റഡ് ആസ് 2.5%ഉം 2%ഉം ഉണ്ട്. സോ ഇൻ കേസ് ഓഫ് ഹെവി റെയിൻഫോൾ വന്നിട്ട് അത് 2.5% ആണ്. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ മിനിമം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ക്വസ്റ്റ്യനിൽ മിനിമം ഉണ്ടായിരുന്നുവെങ്കിൽ ആര്യ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആണ്, 2% എടുക്കാം. പക്ഷെ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വെറും ബിറ്റൂമിനസ് സർഫസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. സോ അതുകൊണ്ട് ആൻസർ 2.5% ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബിക്കോസ് ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇൻ ഹൈവേ കൺസ്ട്രക്ഷൻ ഓൺ സൂപ്പർ എലിവേറ്റഡ് കർവ്സ് the rolling shall proceed from. റോളിംഗ് ഉദ്ദേശിച്ചത് നമ്മൾ മറ്റേ ടാറ് ഇതാക്കാൻ വേണ്ടി നമ്മൾ റോളേഴ്സ് യൂസ് ചെയ്യുമല്ലോ, ആ റോളിംഗ് എവിടെ നിന്നാണ് തുടങ്ങണ്ടേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അറിയാന്നുള്ളവർക്ക് കമന്റ് ചെയ്യാം. ഫ്രം സൈഡ്സ് ടുവേർഡ്സ് ദി സെന്റർ. നമ്മൾ സൂപ്പർ എലിവേഷൻസ് മനസ്സിലായല്ലോ, ഇതാണ് സൂപ്പർ എലിവേഷൻസ്. ഈ സൂപ്പർ എലിവേഷൻസിൽ നമ്മൾ മറ്റേ ഡ്രം വെച്ചിട്ട് നമ്മൾ ഇതിനെ ടാർ ചെയ്യുമ്പോൾ നമ്മൾ ഉരുട്ടുമല്ലോ അതിന്റെ മുകളിൽ. അപ്പൊ ആ ഉരുട്ടുന്നത് എവിടെ നിന്ന് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫ്രം ലോവർ എഡ്ജ് ടുവേർഡ്സ് ദി അപ്പർ എഡ്ജ് ആണ് ആൻസർ. ഓക്കെ, ദാറ്റ് ഇസ് സി, ഫ്രം ലോവർ എഡ്ജ് ടുവേർഡ്സ് ദി അപ്പർ എഡ്ജ്. അതായത് നമ്മൾ ആദ്യം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദിസ് എൻഡ് ആണ്. ഈ എൻഡിൽ നിന്ന് അങ്ങനെ മേലോട്ട് പോവും. ഓക്കെ, സോ ഈ എൻഡിൽ നിന്ന് അങ്ങനെ മേലോട്ട് പോകും. ഇൻ കേസ് ഓഫ് കേംബർ റോഡ്സ് ആണെങ്കിൽ ഫ്രം സെന്റർ ടുവേർഡ്സ് സൈഡ്സ് ആയിരിക്കും കേട്ടോ. കേംബർ റോഡ്സ് ആണെങ്കിൽ ആദ്യം സെന്ററിൽ നിന്ന് പിന്നെ അങ്ങനെ സൈഡ്സിലേക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരും. ഓക്കെ, പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് സെന്ററിൽ നിന്ന് പിന്നെ സൈഡിലേക്ക്. ഓക്കെ, എന്നാലാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. സോറി, ഫ്രം ദ സൈഡ്സ് ടുവേർഡ്സ് ദി സെന്റർ. സൈഡിൽ നിന്ന് പതുക്കെ സെന്ററിലേക്ക് വരും, പിന്നെ ഇവിടെ വന്നിട്ട് സൈഡിൽ നിന്ന് സെന്ററിലേക്ക് വരും. ഓക്കെ, ഇൻ കേസ് ഓഫ് എ നോർമൽ കേംബർ റൂട്ട്സ്. സൂപ്പർ എലിവേഷൻ ആണെങ്കിൽ ഫ്രം ദി ലോവർ എഡ്ജ് ടുവേർഡ്സ് ദി അപ്പർ എഡ്ജ്. ഓക്കെ, ഇനി ദ റൂളിംഗ് മിനിമം റേഡിയസ് ഓഫ് ദി കർവ് ഫോർ റൂളിംഗ് ഡിസൈൻ സ്പീഡ് v meter per second, the coefficient of friction F, acceleration due to gravity g meter per second square, and super elevation E is given by. ഇത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ സൂപ്പർ എലിവേഷന്റെ ഇക്വേഷൻ ആണ് കേട്ടോ ഇത്.
അറിയാന്നുള്ളവർ പറയുക. Okay, so the answer is v square divided by e plus f into g. ഇത് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. e plus f is equal to v square divided by 2gf. Okay. g into r. Okay. So നമ്മൾ ചോദിച്ചിരിക്കുന്നത് റൂളിംഗ് മിനിമം റേഡിയസ് ആണ്. ദാറ്റ് ഇസ് r is equal to v square divided by g into e plus f. r is equal to v square divided by g into e plus f. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ ഇത് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Camber in the road is provided for. ഇത് പലതവണ നമ്മുടെ PSC-യിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ജെയിലും ഇത് ചോദിച്ചിട്ടുണ്ട്, ജെഇ എക്സാമിനും. ബിക്കോസ് ജെഇയും ഒരു ഡിപ്ലോമ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ ഭാഗത്തുനിന്നും കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ബി, യെസ്, ഫോർ എഫക്റ്റീവ് ഡ്രെയിനേജ്. വെരി ഗുഡ്, എഫക്റ്റീവ് ഡ്രെയിനേജ് തന്നെയാണ് കേട്ടോ അതിന്റെ ആൻസർ. Now, the centrifugal force on a car moving on a horizontal curve is proportional to. Centrifugal force അതിന്റെ proportional to what? അറിയാന്നുള്ളവർ ഇട്ടോളൂ. എ, ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്, ഓപ്ഷൻ എ ആണ്. ഇതെങ്ങനെ വന്നേ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? എന്തായാലും ഞാനൊന്ന് പറഞ്ഞേക്കാം. ദാറ്റ് ഈസ് നമുക്ക് പി ബൈ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു വി സ്ക്വയർ ബൈ വി സ്ക്വയർ ബൈ ജി ഇൻറ്റു ആർ എന്നറിയാം. വി സ്ക്വയർ ബൈ ജി ആർ എന്നറിയാം. സോ ഇതിനകത്തില് ബി നമ്മുടെ പി ഇസ് ഈക്വൽ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇസ് പി. ഇത് ഇമ്പാക്ട് ഫാക്ടർ ആണ് കേട്ടോ, റേഷ്യോ. പി ബൈ വെയിറ്റ് ആണ്, വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ. സോ നമുക്ക് പിനെ വന്നിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഇസ് പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ആർ എന്ന് എഴുതാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ പ്ലെയിൻസ് ദ മിനിമം ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ഇസ്. പ്ലെയിനിൽ മിനിമം ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് എന്താണ്? പ്ലെയിൻസിലാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. പ്ലെയിൻസ് ആൻഡ് റൂളിംഗ് ടെറൈൻസ്. വി സ്ക്വയർ ബൈ ആർ, വി സ്ക്വയർ ബൈ 1.5 ആർ, 2.7 വി സ്ക്വയർ ബൈ ആർ, വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 24 ആർ. In planes, the minimum length of transition curve. Yes, very good, Arya. C. 2.7 v square by r ആണ് minimum length of transition curve. In case of in case of plane and rolling terrain. Rolling terrain. In case of hilly ആണെങ്കിലോ? For hilly ആവുമ്പം LS is equal to length of the transition curve is equal to v square by r. Top. ഇതും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, സോ ഇത് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോകണം. Now next is the shift of transition curve of radius 300 meter and length 48 meter is. നമ്മൾക്ക് ചെറിയ ഈ ഓപ്ഷൻ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാണോന്ന് അറിയില്ല. ഓക്കെ, the shift of transition curves, ഇതെങ്ങനെ വന്നേന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, സോ എനിവേ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. 0.32 മീറ്റർ തന്നെയാണ് കേട്ടോ വന്നത്. സോ ഇതെങ്ങനെ വന്നേന്ന് പറയാം. സോ ഷിഫ്റ്റ് ഓഫ് ദ കർവ്, is equal to ഫോർമുല വന്നിട്ട് L സ്ക്വയർ ഡിവൈഡഡ് ബൈ 24 R ആണ്. ചെറിയ ഫോർമുലകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കി വെക്കണം. ബിക്കോസ് ഇതിനകത്തിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിനകത്തിൽ L എന്ന് പറയുന്നത് 48 മീറ്റർ തന്നിട്ടുണ്ട്. സോ 48 സ്ക്വയർ ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു R. നമുക്ക് കാൽക്കുലേറ്റർ ജെഇയിൽ അലൗഡ് ഒന്നും അല്ല.
ഓക്കെ. CBT 1 മാത്രം കാൽക്കുലേറ്റർ അലൗഡ് അല്ല. CBT 2 വന്നിട്ട് യൂഷ്വലി സബ്ജക്റ്റീവ് ആണ്, പക്ഷെ ഇപ്പൊ അതും ഒബ്ജക്റ്റീവ് ആക്കാനായിട്ട് ടോക്ക് നടക്കുന്നുണ്ട്. ബിക്കോസ് ആപ്ലിക്കൻസിന്റെ നമ്പേഴ്സ് കൂടുതലാണ്. സോ സബ്ജക്റ്റീവ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പേപ്പർ കറക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് മിക്കവാറും അതും ഒബ്ജക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ CBT 1 കാൽക്കുലേറ്റർ അലൗഡ് അല്ല കേട്ടോ. സോ കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചോളണേ, ഇല്ലെങ്കിൽ എക്സാം ടൈമിൽ പണി പാളും. Okay, it is 0.32 meters. Okay, next, according to the recommendations of Nagpur Conference, the width of formation of an ideal national highway in hard rock cutting. ഹാർഡ് റോക്ക് കട്ടിങ്ങിൽ വിഡ്ത്ത് ഓഫ് ദ നാഷണൽ ഹൈവേ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാന്നുള്ളവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്തോളൂ. ഇത് ഈ ഓപ്ഷന്റെ ആൻസർ ആണോ സി പറഞ്ഞത്? 6.9 മീറ്റർ അല്ലല്ലോ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഓക്കെ, ഞാൻ എന്തായാലും ആൻസർ പറയാം. ആൻസർ 7.9 മീറ്റർ ആണ്. ഇതെങ്ങനെ വന്നേന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഈ നാഷണൽ ഹൈവേയുടെ മറ്റേ സിംഗിൾ ലൈനിൽ, ഇപ്പോൾ സിംഗിൾ ലൈനിൽ നമ്മുടെ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 ആണ്. ഇപ്പൊ രണ്ട് വരുമ്പോൾ 3.5 മീറ്റർ, മൊത്തം 7 മീറ്റർ ആയി. ഇനി ഷോൾഡറിന്റെ 0.9 വന്നു. സോ മൊത്തത്തിൽ കട്ടിങ് വന്നിട്ട് 7.9 മീറ്റർ വരണം. ഓക്കെ, now next, the stopping side distance depends upon total reaction time of the driver. Actually stopping side distance ഇതെല്ലാത്തിനും നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ആണ്. ഓക്കെ, സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ, എഫിഷ്യൻസി ഓഫ് ബ്രേക്സ്. ഓക്കെ, സോ ഇതിനകത്തില് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ, ഇതിനകത്ത് എഫിഷ്യൻസി ഓഫ് ദി ബ്രേക്കും കൂടി വന്നിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളതൊന്ന് ഇട്ടോളൂ. ഡി ആണോ അതോ എ മാത്രമാണോ? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അറിയാന്നുള്ളതാണല്ലോ, ലാഗ് ഡിസ്റ്റൻസും. ഓക്കെ, ഇറ്റ് ആൻസർ ഇസ് ഓൾ ദി അബവ്, ദാറ്റ് ഇസ് എല്ലാം കൂട്ടുന്നതാണ്. ഓക്കെ, അതായത് ടോട്ടൽ റിയാക്ഷൻ ടൈമും സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ, എഫിഷ്യൻസി ഓഫ് ദ ബ്രേക്ക് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഫോർ ദ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് നമുക്ക് അറിയാന്നുള്ളതാണ്. ഞാൻ ചുമ്മാ പിന്നെ എന്നെ പറയുന്നില്ല. ഒരുപാട് നിങ്ങൾ ഓൾറെഡി കുറെ PSC ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ഈ പാസ് ഔട്ട് ആയ, ന്യൂലി പാസ്ഡ് ഔട്ട് ആയവരാണെങ്കിൽ ഒന്നുകൂടി എടുത്ത് റിഫ്രഷ് ചെയ്യണം. ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. The absolute minimum radius of the curve for safe operation of a speed of 110 kilometer per hour. Okay, the minimum radius of the curve for safe operation of a speed of 110 kilometers. മിനിമം റേഡിയസ് എന്ന് വന്നിട്ടുള്ളൂ. ഇതിൽ ആകെ സ്പീഡ് മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ. ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണ്ടേന്ന് നോക്കാം. നമ്മൾക്ക് അറിയാന്നുള്ള സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഉണ്ട്. E+F is equal to V² divided by, ഇത് കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ 127 R എന്ന് എടുക്കുന്നത്. ഓക്കെ, സോ കിലോമീറ്റർ പെർ അവറിലായതുകൊണ്ട് 127 R എന്ന് തന്നു. ഇനി ഇതിനകത്ത് ഇയുടെ വാല്യൂ എഫിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ഇയുടെ വാല്യൂ എഫിന്റെ വാല്യൂ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മിനിമം റേഡിയസ് തന്നിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് എ മിനിമം റേഡിയസ് കണ്ടീഷൻ, ദ ഇയുടെ വാല്യൂ, അതായത് സൂപ്പർ എലിവേഷൻ വാല്യൂ ഷുഡ് ബി മിനിമം 0.07 നമ്മൾ എപ്പോഴും റെസ്ട്രിക്ട് ചെയ്യും. അതുപോലെ എഫിന്റെ വാല്യൂ വന്നിട്ട്, അതായത് ഫ്രിക്ഷന്റെ വാല്യൂ 0.15 ആണ്. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് ഒന്ന് ഓർത്തിട്ട് കാണണം കേട്ടോ. ഈ മിനിമം റേഡിയസ് എന്നുള്ളത് വന്നിട്ട് ആകെ സ്പീഡ് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നമ്മൾക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഒരു ടേബിൾ ഉണ്ട്, വേണമെങ്കിൽ അത് കാണാപ്പാടം പഠിക്കാം. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാപ്പാടം പഠിക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഇതും കൂടി പഠിക്കാൻ നിന്നാൽ കുറെ ടൈം ആവും. അപ്പൊ അതുകൊണ്ട് മാക്സിമം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, സോ V² divided by 127 into 0.07 plus 0.15. So you will be getting V എന്താണ് 110 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 110 square divided by 127 into 0.07 plus 0.15. Okay, so you'll be getting answer around 433.07 meters എന്ന് വരും. Approximately ഇതിൽ വേറെ 433 വന്നിട്ട് വേറെ
ആൻസേഴ്സ് ഒന്നും മാച്ച് ആവുന്നില്ല, നമുക്ക് 440 ആണ് ആൻസർ മാച്ച് ആവുന്നുള്ളത്. 440 മീറ്റേഴ്സ് കുത്തുക, അത്രേ ഉള്ളൂ. ഓക്കെ, സി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കതും വന്നിട്ട് കുറച്ച് കാൽക്കുലേഷൻസ് വരും. സി എല്ലാ ട്രാൻസ്പോർട്ടേഷന്റെ ക്വസ്റ്റ്യൻസും ഫോമിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ എല്ലാത്തിലും വന്നിട്ട് ഇതേപോലെ കുറെ ഡിവിഷനും ഇങ്ങനെ സ്ക്വയറിങ്ങും ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ അതിൽ നമ്മളുടെ കാൽക്കുലേഷൻ ടൈം എടുക്കുന്നതാണ് നമ്മളുടെ പണി മാറുന്നത്. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ സ്പീഡായിട്ട് കാൽക്കുലേഷൻ ചെയ്ത് പഠിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത് മുക്കാ പങ്കും. അപ്പൊ നമ്മൾക്ക് സ്പീഡ്, അതുപോലെ തന്നെ നമ്മൾക്ക് ആ ഫോർമുലാസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള, അതായത് ഈ സ്ക്വയർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സ്പീഡിൽ വർക്ക്ഔട്ട് ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ്. ഈ സ്ക്വയർ വർക്ക്ഔട്ട് ചെയ്യുന്നതിനെക്കാട്ടും പാടായിരിക്കും നിങ്ങൾക്ക് ഇനി ഡിവിഷൻ ചെയ്ത് നോക്കുക എന്നുള്ളത്. ഓക്കെ, സോ അതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക, എന്നാലേ അത് കിട്ടുള്ളൂ കേട്ടോ. നൗ, what is the psychological widening of a pavement on a horizontal curve of radius 230 meters and for a ruling speed of 80 km/h? Okay, so ruling speed of 80 km/h. ഇതിന്റെ ആൻസർ ഞാൻ ഡയറക്റ്റ് ചെയ്യുവാണ്. എനിക്ക് അവർക്ക് പ്രോബ്ലമാറ്റിക് ആകുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. സോ സൈക്കോളജിക്കൽ വൈഡനിങ്ങിന്റെ ഫോർമുല നമുക്കറിയാം, ദാറ്റ് ഇസ് വി ഡിവൈഡഡ് ബൈ 9.5 റൂട്ട് ഓഫ് ആർ. ഇത് ആക്ച്വലി നമ്മുടെ PSC ഈ ജെയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിന്റെ കുരുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആറിന്റെ റൂട്ട് 230 എടുക്കാനുള്ളതിന്റെയാണ് കുരുക്ക് വന്ന് കിടക്കുന്നത്. ദാറ്റ് ഇസ് 80 ഡിവൈഡഡ് ബൈ 9.5 റൂട്ട് ഓഫ് 230 എന്ന് വരും. ഓക്കെ, ഇനി റൂട്ട് ഓഫ് 230 നമുക്ക് എങ്ങനെ എടുക്കാന്ന് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം. ഈ 230യിലെ നിയർ ബൈ ആയിട്ടുള്ള സ്ക്വയേഴ്സ് ഏതാണുള്ളത്? നമുക്ക് 225 ഉണ്ട്. അപ്പൊ 225ന്റെ സ്ക്വയർ ഏകദേശം വന്നിട്ട് 15 ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ വാല്യൂ 230 എന്നുള്ളത് ഏകദേശം 15 പോയിന്റ് സംതിങ് ആയിരിക്കും അതിന്റെ സ്ക്വയർ റൂട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ 80 ഡിവൈഡഡ് ബൈ 9.5, ഞാനിത് നിങ്ങൾക്ക് എക്സാം ടൈമിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാന്ന്. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 9.5 ഇൻറ്റു 15 പോയിന്റ് നിങ്ങൾ 2 നിട്ടിട്ടോ 3 നിട്ടിട്ടോ ഒക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. നോക്കുമ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആൻസറിന്റെ അടുത്തുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടും. സോ അങ്ങനെ ഫിക്സ് ചെയ്യാം. ഓക്കെ, അതേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇൻ കേസ് ഓഫ് നമ്മുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. 15 പോയിന്റ് സംതിങ് നമുക്ക് കിട്ടും. അങ്ങനെ ഷോർട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, സോ 0.555 ആണ് ആൻസർ. കിട്ടിയോ? ഇങ്ങനെ റൂട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഒന്ന് ചെയ്യണം എന്നുള്ളത്. നെക്സ്റ്റ്, the cross section for highway is taken at. The cross section for highway എങ്ങനെയൊക്കെയാണ് എടുക്കാറുള്ളതെന്ന്. ഒന്ന്, റൈറ്റ് ആംഗിൾ ടു ദ സെന്റർ ലൈൻ, 30 meter apart, intermediate points having abrupt changes in the gradient. ആൻസേഴ്സ് അറിയാമെന്നുള്ളവരൊന്നിട്ടെ. ഓക്കെ, ഓൾ ദി അബവ് ആണ് കേട്ടോ. ക്രോസ് സെക്ഷൻ ഫോർ ഹൈവേ ക്യാൻ ബി ടേക്കൺ റൈറ്റ് ആംഗിൾ ടു ദ സെന്റർ ലൈൻ, 30 meter അപ്പാർട്ട് ആയിട്ട് എടുക്കാറുണ്ട്, അതായത് കുറെ പ്ലെയിൻസ് ആയിട്ടുള്ള എടുത്ത്. പിന്നെ അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഹാവിംഗ് അബ്രപ്റ്റ് ചേഞ്ചസ് ഇൻ ദ ഗ്രേഡിയന്റ്. ഇതൊക്കെ ക്രോസ് സെക്ഷൻസ് എടുക്കുന്ന മെത്തേഡുകൾ തന്നെയാണ്. ഓക്കെ, നൗ പിക്ക് അപ്പ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. ഇതിനകത്തിലെ സ്റ്റേറ്റ്മെന്റ് വന്ന്, ദ വിഡ്ത്ത് ഓഫ് ദ റൈറ്റ് ഓഫ് വേ ഇസ് ഡിസൈഡഡ് ടു അക്കോമഡേറ്റ്. The width of the right of way is decided to accommodate formation width, side slope, horizontal curve, vertical curve. റൈറ്റ് ഓഫ് വേ എന്താണെന്ന് അറിയാലോ അല്ലെ? റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റോഡിന് വേണ്ടിയിട്ട് സ്ഥലം എടുക്കുമ്പോൾ നമ്മൾ ആ റോഡ് പോകാനുള്ള സ്ഥലം പ്ലസ് അതിന്റെ അടുത്ത് കിടക്കുന്ന ഷോൾഡറുകൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ള വഴിയാണ് എടുക്കുന്നത് അല്ലെ? അപ്പൊ അതാണ് ഈ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. പിന്നെ റൈറ്റ് ഓഫ് വേ എടുക്കുമ്പം ഈ ഫോർമേഷൻ വിഡ്ത്ത് കറക്റ്റ് തന്നെയാണ്, പക്ഷെ ഫോർമേഷൻ വിഡ്ത്ത് അല്ലാട്ടോ നമ്മുടെ ആൻസർ. നമ്മൾ വിഡ്ത്ത് ഓഫ് റൈറ്റ് ഓഫ് വേ ഇസ് ഡിസൈഡഡ് ടു അക്കോമഡേറ്റ്. ഫോർമേഷൻ വിഡ്ത്ത് അക്കോമഡേറ്റ് ചെയ്യാനും നമ്മൾ റൈറ്റ് ഓഫ് വേ എടുക്കാറുണ്ട്, പക്ഷെ ഇതിനെ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അങ്ങനെയല്ല. നമ്മൾ ഈ റൈറ്റ് ഓഫ് വേ വന്നിട്ട് ചില കേസുകൾ റെസ്ട്രിക്ട് ചെയ്തെടുക്കും. അത് ചില കേസുകൾ റെസ്ട്രിക്ട് ചെയ്ത് മെയിൻ ആയിട്ട് വെർട്ടിക്കൽ കർവിനാണ്. ഓക്കെ, ദ വിഡ്ത്ത് ഓഫ് ദ റൈറ്റ് ഓഫ് വേ ഇസ് ഡിസൈഡഡ് ടു അക്കോമഡേറ്റ് വെർട്ടിക്കൽ കർവ്. ഓക്കെ, ബാക്കിയുള്ള കേസുകളിൽ വന്നിട്ട് ഷോൾഡർ ഡിസ്റ്റൻസ് ആയാലും ഇതിനൊന്നും നമ്മൾ വന്നിട്ട് റെസ്ട്രിക്ട് ചെയ്ത് ഇത്ര അധികം എടുക്കില്ല. വെർട്ടിക്കൽ കർവ് വലിയ പ്രശ്നക്കാരനാണ്. ഓക്കെ, സോ വെർട്ടിക്കൽ കർവിനാണ് കേട്ടോ ആൻസർ.
Now, what is the value of lateral coefficient of friction as per IRC? IRC പ്രകാരം ഏതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ലാറ്ററൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? നമുക്ക് അറിയാവുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഫ്രിക്ഷനുകളുണ്ട്. ഒന്ന് ലീനിയർ ഫ്രിക്ഷനും, യെസ് വെരി ഗുഡ്, സി ആണ് കേട്ടോ ആൻസർ. യെസ് 0.15. രണ്ട് ഫ്രിക്ഷനുകളുണ്ട്, ഒന്ന് ലാറ്ററൽ ഫ്രിക്ഷനും ഇനി ഒന്ന് വന്നിട്ട് ഇത് ലീനിയർ ഫ്രിക്ഷനും. ഇനി നമ്മൾ ലീനിയർ ഫ്രിക്ഷൻ എവിടെയാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത് ആൻഡ് ലാറ്ററൽ ഫ്രിക്ഷൻ എവിടെയാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്? ലാറ്ററൽ ഫ്രിക്ഷൻ വന്നിട്ട് നമ്മൾ കൂടുതലായിട്ടും ലീനിയർ ഫ്രിക്ഷൻ ആണ് നമ്മൾ വന്നിട്ട് കൂടുതലായി, യെസ് സി തന്നെയാണ് ആൻസർ. ലീനിയർ ഫ്രിക്ഷൻ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലീനിയർ ഫ്രിക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഈ ലീനിയർ ഫ്രിക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ വാല്യൂ വേരീസ് ഫ്രം 0.35 to 0.345, അങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഇൻ കേസ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ നമ്മൾ കൂടുതലായിട്ടും ഈ ഡിസൈൻ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്, പേയ്മെന്റ് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിന്റെ വാല്യൂ 0.15 ആണ്. അതിപ്പോ സൂപ്പർ എലിവേഷൻ ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ലാറ്ററൽ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം തന്നെയാണ്. കാൽക്കുലേറ്റ് ദ സേഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ descending gradient of 3% for a design speed of 80 km/h. Take the coefficient of friction as 0.35 and the total reaction time as 2 seconds. ഇനി വേറൊരു കാര്യം കൂടി പോയിന്റ് ചെയ്യാനുള്ളത്, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇൻ കേസ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടില്ല എങ്കിൽ നമ്മൾക്ക് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ നിങ്ങൾ 0.35 എടുത്തോളണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലീനിയർ ഫ്രിക്ഷൻ എവിടെ ഉപയോഗിക്കേണ്ടത്, ലാറ്ററൽ ഫ്രിക്ഷൻ എവിടെ ഉപയോഗിക്കേണ്ടതെന്ന്. ആ പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ടോട്ടൽ റിയാക്ഷൻ ടൈം തന്നിട്ടില്ല എങ്കിൽ 2 seconds എടുത്തോളൂ. ഓക്കെ, നൗ ഓക്കെ, നമ്മളിപ്പോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഇനി സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതില് km/h തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 0.278 എന്ന് എഴുതണേ. ഇത് കൺവേർട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. പ്ലസ് v² ഡിവൈഡഡ് ബൈ 254 ഇൻറ്റു ഫ്രിക്ഷൻ എഫ് പ്ലസ് ഓർ മൈനസ് 0.01 n, അല്ലെങ്കിൽ n/100 എന്ന് എഴുതിയാലും മതി. ഓക്കെ, സോ ഇതിൽ പറഞ്ഞേക്കുന്നത് ഡിസെൻഡിങ് ആണോ അസെൻഡിങ് ഗ്രേഡിയന്റ് ആണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ നോക്കുക. അസെൻഡിങ് ഗ്രേഡിയന്റ്, അതായത് കയറി പോണതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ചെയ്യണം, അതേസമയം ഇറക്കത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ചെയ്യണം. ഓക്കെ, സോ ഇപ്പൊ ഇതിനകത്ത് വന്നിട്ട് നമ്മൾക്ക് ഇറക്കത്തിലാണ്, അപ്പോൾ മൈനസ് ചെയ്യുക. അപ്പൊ 0.278, വെലോസിറ്റി വന്നിട്ട് 80 km/h ആണ്, ടി എന്നുള്ളത് 2 ആണ്, പ്ലസ് v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80² ആണ്, 254 ഇൻറ്റു എഫ് ഇസ് 0.35, നമുക്ക് ഡിസെൻഡിങ് ആണ്, അപ്പൊ മൈനസ് 0.03. ഓക്കെ, ദാറ്റ് ഇസ് 0.01 ഇൻറ്റു n വന്നിട്ട് 0.03 എന്ന് വന്നു. ഇതിന്റെ ആൻസർ ഏകദേശം വരുന്നത് 123.26 മീറ്റേഴ്സ് എന്ന് വരും. ഓക്കെ, നമ്മുടെ ഓപ്ഷനിലുണ്ട് 123.26 മീറ്റേഴ്സ്. What will be the shift of the transition curve if the length of the transition curve is 80 meter and radius of the curve is 300 meters? ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്തതല്ലേ ഷിഫ്റ്റ് ഓഫ് ദി കർവ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം. യെസ്, ആൻസർ ഇട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എസ് ഇസ് ഈക്വൽ ടു ഷിഫ്റ്റ് ഓഫ് ട്രാൻസിഷൻ കർവിന്റെ ഫോർമുല, ദാറ്റ് ഇസ് എസ് ഇസ് ഈക്വൽ ടു L² ഡിവൈഡഡ് ബൈ 24R. സോ L എന്ന് പറയുന്നത് 80² divided by 24 into 300, that is equal to 0.89. Okay, the answer is 0.89. Which of the following is the correct statement for cross slope of the shoulder? Cross slope of the shoulder is the correct statement. It is 1% flatter than the cross slope of the pavement. Its minimum value is 2%. It's 0.5% steeper than the cross slope of the pavement. Its value is equal to cross slope of the pavement.
Answer is, it is 0.5% steeper than the cross slope of the pavement. Okay, അതായത് ക്രോസ് സ്ലോപ്പിന്റെ ഡെഫിനിഷൻ, അതായത് ക്രോസ് സ്ലോപ്പ് ഓഫ് ദി ഷോൾഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് 0.5% സ്റ്റീപ്പർ ദാൻ ദി ക്രോസ് സ്ലോപ്പ് ഓഫ് ദി പേയ്മെന്റ്. യെസ്, സി ആണ് കേട്ടോ ആൻസർ. സി തന്നെ ഞാൻ പറഞ്ഞ ആൻസർ ആയിട്ട് കേട്ടോ. ഓക്കെ, കാൽക്കുലേറ്റ് ദ സേഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഈ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ തന്നെ 2-3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്, സൂപ്പർ എലിവേഷൻ ഒക്കെ വരും. രണ്ടാമത്തെ കാറ്റഗറിയിലാണ് ഡിസൈൻ ഓഫ് പേയ്മെന്റ്സ് ഒക്കെ വരുന്നതും. പിന്നെ അടുത്ത് ട്രാഫിക് എഞ്ചിനീയറിംഗ്, അത് തനി കാറ്റഗറിയാണ്. ട്രാഫിക് എഞ്ചിനീയറിംഗിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻസ്, 2-3 ക്വസ്റ്റ്യൻസ് എങ്ങനെയും വരാറുണ്ട്. ഇപ്പം ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആൻസർ ചെയ്യില്ലാന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, നമ്മളത് പഠിക്കും, അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുകയും ചെയ്യും. കാൽക്കുലേറ്റ് ദ സേഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ എ ഡിസൈൻ സ്പീഡ് ഓഫ് 60 km/h for two-way traffic on a single lane road. The reaction time of the driver is 2.5. Okay, so ഇതിൽ റിയാക്ഷൻ ടൈം ഓഫ് ദി ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട് 2.5 seconds. ദ സെയിം ഫോർമുലയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ 2-way ട്രാഫിക് ഓൺ എ സിംഗിൾ ലൈൻ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സേഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്നുള്ളത് 2 times the SSD ആയിരിക്കും. 2-way സൈഡ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. സോ നമ്മുടെ നോർമൽ SSD കണ്ടുപിടിക്കുക, അതിന്റെ 2 times ചെയ്യണം. 0.278 VT, 278 ഒന്നും വേണ്ട, 27, ഓക്കെ കിടക്കട്ടെ, 278 VT plus V square divided by 254 into F. So 0.278 into 60 km/h എന്നല്ലേ, 60 into time is 2.5 plus 60 square divided by 254 into 0.35. കണ്ട, ഈ ക്വസ്റ്റ്യനിൽ ലാറ്ററൽ ഫ്രിക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കത് മനസ്സിലാക്കി ഫ്രിക്ഷന്റെ വാല്യൂ നമ്മൾ എടുക്കണം. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഫ്രിക്ഷന്റെ വാല്യൂ എങ്ങനെ എടുക്കേണ്ടതെന്ന്. സോ യുൽ ബി ഗെറ്റിംഗ് ആൻസർ 82.19 meters. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളുടെ 2 times എന്ന് ഞാൻ പറഞ്ഞല്ലോ. 82.19 2 times 164.42 ആണ് ആൻസർ. 2 into 82.19 that is equal to 164.42 meters. Okay, so ഇതാണ് ആൻസർ. Yeah, next question. Which instrument is used for measurement of longitudinal coefficient of friction? Longitudinal coefficient of friction use in measure ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ബംപ് ഇൻഡിക്കേറ്റർ, both pump indicator and roughometer, speedometer. ആൻസർ എന്തായിരിക്കും? Very good idea. It is both pump integrator and roughometer. Okay, so answer correct ato. Next, the intermediate side distance is equal to overtaking side distance, stopping side distance, twice of stopping side distance, none of these. The intermediate side distance is equal to overtaking, stopping side distance, twice stopping side distance, none of these. Yes, very good. 2 times ആണ്. So 2 times SSD. Okay, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പക്ഷെ എന്നാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ആർ ദ കറക്റ്റ് വാല്യൂസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ? ഇപ്പൊ കുറച്ചു നേരം മുമ്പ് പറഞ്ഞേ ഉള്ളൂ ലാറ്ററൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷനെ പറ്റിയിട്ട്. അപ്പൊ ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. നമ്മളിപ്പോ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ തന്നെയാണല്ലോ. ലാറ്ററൽ ലീനിയർ, യെസ് ഇറ്റ് ഇസ് B, 0.15 ആൻഡ് 0.35. ലോഞ്ചിറ്റ്യൂഡിനൽ ലീനിയർ എന്നും പറയൂ കേട്ടോ, ലീനിയർ ഫ്രിക്ഷൻ എന്നും പറയുവേ. ഓക്കെ, നെക്സ്റ്റ് ഒരു വർക്ക്ഔട്ട് എക്സാമ്പിൾ ആണ്. ദ റൂളിംഗ് ഡിസൈൻ സ്പീഡ് ഓൺ എ കർവ് ഇസ് 100 km/h and the super elevation on the curve is 7%. Calculate the ruling design radius of the curve. Take
കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ ആസ് 0.15. സോ ഇതിനകത്തിൽ 0.15 എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് 0.15 തന്നെ എടുത്തോളണം. ഓക്കെ, സോ ഇത് നമ്മളുടെ റൂളിംഗ് ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ റേഡിയസ്, ഡിസൈൻ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം നേരത്തെ നമ്മൾ ചെയ്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇല്ലേ, അതിന്റെ തന്നെ ഒരു ടൈപ്പ് തന്നെയാണ് ഇത്. അതായത് ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127R. ഓക്കെ, ഈ ഒരു പാറ്റേണിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, സെയിം റിപ്പീറ്റഡ് ആയിട്ട്. 0.07 പ്ലസ് 0.15. ഇതിന്റെ ഒരേ ഒരു ഡ്രോബാക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, 127 ഇൻറ്റു ആർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ചിലപ്പോൾ മറന്നു പോകും കണ്ടുപിടിക്കേണ്ടത് എന്താണ്. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു ഇനി 100 സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 ഇൻറ്റു 0.07 പ്ലസ് 0.15. ഓക്കെ, ആൻസർ ഏകദേശം 357.9 വരും. ദാറ്റ് ഈസ് 358 മീറ്റേഴ്സ് ആണ് ആൻസർ. ഓക്കെ, യെസ്, ഇറ്റ് ഇസ് സി 358 ആണ് കേട്ടോ ആൻസർ. ഓക്കെ, calculate the design rate of super elevation percentage design super elevation in percentage ആണ് ട്ടോ. On a highway in a plain terrain, if the design speed of the highway is 80 km/h and radius of the curve is 400 meters. അപ്പം ഇതിനകത്തിൽ ഇത്രയും ചെയ്തതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഡിസൈൻ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഡിസൈൻ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഡിസൈൻ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ അല്ല പ്രശ്നം, നമ്മൾ ഡിസൈൻ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡിസൈൻ സ്പീഡ് ഓഫ് ദി ഹൈവേ 80 km/h തന്നിട്ടുണ്ട്. ഡിസൈൻ സ്പീഡും തന്നിട്ടുണ്ട്, ഡിസൈൻ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡിസൈൻ എന്നുള്ള വാക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, അതിന്റെ ഇക്വേഷൻ ഒന്ന് മാറുന്നുണ്ട്. ഇതിന്റെ കേസിൽ വരുമ്പം നമ്മൾ 75% ഓഫ് ഡിസൈൻ സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇക്വേഷൻ വന്നിട്ട് എഫ് ഉണ്ടാവില്ല, ഫ്രിക്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 225R ആണ് നമ്മുടെ ഫോർമുല. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ബാക്കി കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 80 സ്ക്വയർ ഡിവൈഡഡ് ബൈ 225 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 400 മീറ്റേഴ്സ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഏകദേശം 0.071 വരും. ദാറ്റ് ഇസ് 7.11%. ഓക്കെ, ഈ ഡിസൈൻ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ എന്നുള്ള വാക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ വി സ്ക്വയർ ബൈ 225R എന്നുള്ള ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് അറിയാലോ. വി ഇസ് ഈക്വൽ ടു 0.75, അതായത് 75% വി എടുത്തിട്ടാണ് നമ്മൾ ഈ ഫോർമുലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അതിന്റെ ബാക്ക് പോയിട്ട് അതിന്റെ ഡെറിവേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. നൗ right of way is the summation of width. Right of way is the summation of width and പിന്നെ എന്താന്നുള്ളത്, that is carriage way and shoulder, carriage way, shoulder and road margins, carriage way and road margins, road margins and shoulder. Right of way is the summation of width plus width എന്ന് ഉദ്ദേശിച്ച formation width plus എന്താണെന്ന് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, വിട്ട് എന്തൊക്കെ വിട്ടാണെന്നുള്ളത് എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡഡ്. ഇൻ കേസ് ഓഫ് എ റൈറ്റ് ഓഫ് വേ, റൈറ്റ് ഓഫ് വേയിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ട്, റോഡ് ഉണ്ട്, റോഡിന്റെ ഷോൾഡേഴ്സ് ഉണ്ട്, പിന്നെ റോഡ് മാർജിൻസും ഉണ്ട്. യെസ്, ബി
റോഡ് മാർജിൻസും ഉണ്ട്. അപ്പൊ ഷോൾഡർ വന്നു, റോഡും വന്നു, കാരേജ് വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് പോകുന്ന ട്രാഫിക് ഉള്ള സ്ഥലം. ഓക്കെ, വെഹിക്കുലർ ട്രാഫിക്കിന്റെ. അപ്പൊ ബി ആണ് കേട്ടോ ആൻസർ. നെക്സ്റ്റ്, gradient on a highway is 1 in 20. Radius of the curve is 200 meters. After the grade compensation, the grade is provided should not be less than 4%. Calculated grade compensation. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ബാക്കി പറഞ്ഞേക്കുന്ന ഡേറ്റ ഒക്കെ കണ്ട് പേടിക്കൊന്നും വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഓക്കെ, സോ ഗ്രേഡ് കോമ്പൻസേഷനെ ഞാൻ GC എന്ന് എഴുതുവാണ്. ഈ ഗ്രേഡ് കോമ്പൻസേഷൻ നീട്ടി വലിച്ച് എഴുതിക്കൊണ്ടിരുന്നാൽ നമുക്ക് സമയം പോകും, അതുകൊണ്ടാണ്. സോ GC എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുവാണ്. സോ GC എന്നുള്ളതിന് അതിന്റെ രണ്ട് ഫോർമുല ഉണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് 75/200, 75/R, 75/R. രണ്ടാമത്തത് 30 + R/R. ഇത് രണ്ടെണ്ണത്തിന്റെയും മിനിമം ആണ് നമ്മുടെ ഗ്രേഡ് കോമ്പൻസേഷൻ. അപ്പൊ GC is equal to ഫസ്റ്റ് 75/R. R എന്ന് പറഞ്ഞത് എത്രയായിരുന്നു? 200 meters. 200. ഇനി അടുത്തതിൻ്റെത് 30 + 200 divided by 200. അപ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 75/200 0.375 വേഗം കിട്ടും. 75/2 എന്നുള്ളത് 37.5 ആണെന്നറിയാം. അപ്പോൾ ബൈ 200 0.375. അതുപോലെ 30 + 200 നമുക്ക് ആൻസർ കിട്ടുന്നത് 1.15 എന്ന് കിട്ടും. ഇത് രണ്ടെണ്ണത്തിന്റെ മിനിമം. ഇതിന് രണ്ടെണ്ണത്തിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0.375 ആണ്. അത് ഏകദേശം 0.38% എന്ന് പറയാം അല്ലേ? അപ്പൊ ആൻസർ 0.38%. ഓക്കെ, a portion of the roadway contiguous with the traveled way and is intended for accommodation of stopped vehicle is called. ചെറിയതായിട്ട് കൺഫ്യൂസ് ആവും, പക്ഷെ അല്ല, നിങ്ങൾക്ക് വേഗം കിട്ടുമല്ലോ എന്ന് പറഞ്ഞേ. നമ്മൾ വെഹിക്കിൾസ് ഒക്കെ ഒന്ന് പാർക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലം. വെരി ഗുഡ്, ദാറ്റ് ഈസ് ഷോൾഡർ. ഓക്കെ, സോ ഷോൾഡർ ആണ് ആൻസർ കേട്ടോ. ഇനി ഡിവിഷൻ ഓഫ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ഇൻടു 4 ക്ലാസസ് as national highway, state highway, district roads and village roads. What's proposed by? ഏത് പ്ലാൻ ആയിരുന്നു? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാനിലാണല്ലോ ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ കൊണ്ടുവന്നത്. ആരാ കൊണ്ടുവന്നേ? ഏത് പ്ലാനിലായിരുന്നു? ഇന്ത്യൻ റോഡ് കോൺഗ്രസ് വന്നിട്ട് ഒരു പ്ലാൻ അല്ല കേട്ടോ, ഇനി അതിനകത്ത് കയറി പിടിക്കണ്ട. ഓക്കെ, സോ ദ ആൻസർ ഇസ് യെസ്, വെരി ഗുഡ്. നാഗ്പൂർ റോഡ് പ്ലാൻ. നാഗ്പൂർ റോഡ് പ്ലാനിലാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹൈവേക്കുള്ള ഒരു പിക്ചർ തന്നെ വന്നത്. ഓക്കെ, സോ നാഗ്പൂർ റോഡ് പ്ലാൻ. The road development plan for India for period of 1981 to 2001 is also known as A. Bombay plan, Kanpur plan, C. Nagpur plan, D. Lucknow plan. Yes, very good. It is Lucknow plan. ആദ്യമേ Lucknow plan ഈ സമയത്ത് വിളിച്ചിരുന്നത്. Okay. Now, in a highway, an ascending gradient of 1 in 100 meets with the descending gradient of 1 in 80. Determine the deviation angle. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ ഇടാം. ഓക്കെ, ആൻസർ അറിയാമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഓക്കെ. ഇനി ഈ ഗ്രേഡ് കണ്ടുപിടിക്കാനുള്ള ഒരു, അതായത് ഡീവിയേഷൻ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/n എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ 1:n എന്ന് പറയില്ലേ, ആ കേസാണ് കണ്ടുപിടിക്കേണ്ടത്. അത് 1/100. ഫസ്റ്റ് കേസ് അസെൻഡിങ് ആണ്, അപ്പൊ പോസിറ്റീവ് ആണ്. അപ്പൊ 1/100 മൈനസ്, ഓക്കെ, ഡിസെൻഡിങ് ഗ്രേഡിയന്റ്, അപ്പൊ മൈനസ് ഓഫ് 1/80. ഓക്കെ, സോ you will be getting it as 1/100 plus 1/80. Okay,
സോ ഇങ്ങനെ നമുക്ക് എഴുതാം 80 പ്ലസ് 100 വരും. അപ്പോൾ 180 മുകളിൽ വരും, താഴത്ത് 80 പിന്നെ 2 0, അപ്പോൾ 80,000 എന്ന് പറയും. സോ യു വിൽ ബി ഹാവിങ് 9/400 എന്ന് വരും. Okay, it will be 9/400. Yes, the answer is 9/400. Okay, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിവിടെ ചിലവർ വന്നിട്ട് അറിയാണ്ട് മൈനസ് അങ്ങനെ ഇട്ടിട്ട് പോവും. ചെയ്യരുത്. ഡിസെൻഡിങ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ നമുക്കിവിടെ മൈനസ് വന്നത്. Now next question. The cross slope given to the payment for safe drainage of water is. Cross slope given for safe drainage of water. അറിയുന്ന ഒരു ആൻസർ തന്നെയല്ലേ? വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബി, ഇറ്റ് ഇസ് കേംബർ. ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് കേംബർ. കേംബർ ആണ് നമ്മൾ എഫക്റ്റീവ് ഡ്രെയിനേജിന് വേണ്ടി കൊടുക്കുന്നത്. All the specifications for highway planning and designs are given by. ആരാണ് ഈ സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നത്? ആരാണ്? ബിയോ? നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ. യെസ്, കറക്റ്റ് ആട്ടോ, ബി ആയിരുന്നു കേട്ടോ നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ. വൈശാരി കൃഷ്ണ അല്ലെ? ആൻസർ കറക്റ്റ് ആട്ടോ. All the specifications. Yes, very good. It is IRC, Indian Road Congress. IRC 1948. Then extra widening of payments provided because of off-tracking is known as. Extra widening given due to off-tracking. Off-tracking കാരണം കൊടുക്കുന്ന extra wideningനെ വിളിക്കുന്ന പേര്. Mechanical widening, frictional widening, psychological widening, physical widening. Yes, it is mechanical widening. Mechanical advantage അല്ല കേട്ടോ, മെക്കാനിക്കൽ വൈഡനിങ്. നമ്മൾ മെയിൻ ആയിട്ട് 2 വൈഡനിങ് ആണ് എക്സ്ട്രാ വൈഡനിങ് എടുക്കുന്നത്. ഒന്ന് മെക്കാനിക്കലും ഇനി ഒന്ന് സൈക്കോളജിക്കലും. അതിൽ മെക്കാനിക്കൽ ആണ് ഓഫ് ട്രാക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. Now, the raising of outer edge of the payment with respect to the inner edge. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ? കുറെ നേരമായിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമല്ലേ? ഇനി ഒത്തിരി ഈസി ക്വസ്റ്റൻ തരാം. The raising of outer edge with respect to the inner edge is known as. Yes, super elevation. For stopping side distance, the eye level should be at. For stopping side distance, the eye level should be at. Stopping side distance, the eye level should be at, yes, 1.2 meter. Very good, very good. The radius of horizontal curve is 100 meters. The design speed is 50 km/h and the design coefficient is 0.15. Determine the rate of superelevation to be provided if the full lateral friction assumed to develop. Full lateral friction is assumed to develop എന്ന് കൊടുത്തിട്ടുണ്ട്. So സെയിം തന്നെയാണ് ഫോർമുല, ദാറ്റ് ഇസ് ഇ പ്ലസ്. പക്ഷെ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആൻസേഴ്സ് എല്ലാം തന്നിരിക്കുന്നത് ഒന്നും പെർസെൻറ്റേജിലല്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസേഴ്സ് വന്നിട്ട് 1 in എന്നുള്ള രീതിയിലാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127R എന്നാണ്. സോ എഗെയിൻ ഇ ഈസ് ഈക്വൽ ടു, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇ ആണ്. അപ്പം ഇ പ്ലസ് 0.15 V is equal to 50 square divided by 127 into 100 meters എന്ന് തന്നിട്ടുണ്ട്. So E is equal to, you will be getting answer as 0.047. So നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം 1 എന്നുള്ള ബേസിൽ, that is 1 divided by 0.047 എന്നുള്ള കണ്ടീഷൻ എടുക്കുക. You will be getting 21.2 എന്ന് കിട്ടും. So that is 1 in 21.2. Okay. ഇങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്ത് എഴുതണം കേട്ടോ. ചില ക്വസ്റ്റ്യൻസ്, മിക്ക ക്വസ്റ്റ്യൻസ്, കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് സമയം അതിനകത്ത് കളയുമല്ലോ. അപ്പം അങ്ങനെ ആൻസർ കിട്ടാണ്ടിരിക്കാനായിട്ട്
ഓക്കെ, പക്ഷെ അങ്ങനെ നമ്മൾ തോക്കില്ല, നമ്മൾ ആൻസർ കണ്ടുപിടിച്ചിരിക്കും. ഓക്കെ, സോ 1 divided by 0.047 ചെയ്ത് നോക്കുക. So you will be getting 21.2. So it is 1 in 21.2. Next, what should be the maximum length of a semi-trailer tractor combination vehicle as per IRC? Semi-trailer tractor combination as per IRC. Okay. ഈ പിക്ചർ നോക്കണം കേട്ടോ, ഇതൊരു പിക്ചറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ സെമി ട്രെയിലർ ട്രാക്ടർ കോമ്പിനേഷൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻസർ വന്നിട്ട് ഡി ആണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. സോ നമ്മളുടെ കേസസ് വന്നിട്ട് പറയുന്നത്, ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊരു സംശയം. സോ ഞാൻ ഇത്തിരി പൊക്കി വെക്കുവാണ്. സോ ഈ ടേബിൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ദ വിഡ്ത്ത് ആൻഡ് മാക്സിമം ഡയമെൻഷൻ, ഇതിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇത് ഹൈറ്റ് ആട്ടോ. ഇത് നമ്മുടെ സിംഗിൾ ഡെക്ക്, ഡബിൾ ഡെക്ക് അങ്ങനത്തെ ഉള്ള കേസ്, ഈ ഡബിൾ ഡെക്ക്, സിംഗിൾ ഡെക്ക് ബസ്സുകൾ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഇതിന്റെ ഹൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ലെങ്ത്, ഇതും നോക്കിക്കോളണം. അതായത് സിംഗിൾ യൂണിറ്റ് 2 ആക്സിൽ, ഇതാണ് സിംഗിൾ യൂണിറ്റ് 2 ആക്സിൽ. പിക്ചർ വെച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം കേട്ടോ ചെയ്യാനായിട്ട്. സോ ഇതാണ് നോർമൽ സിംഗിൾ യൂണിറ്റ് 2 ആക്സിൽ. ഡബിൾ ആക്സിൽ എന്ന് പറയില്ലേ വണ്ടികൾ. ഇനി അത് സിംഗിൾ യൂണിറ്റ് മോർ ദാൻ 2 ആക്സിൽസ് ഉണ്ട്, അതായത് 2 ആക്സിലിനും കൂടുതലുള്ളത്. ഇനി ട്രാക്ടർ സെമി ട്രെയിലർ കോമ്പിനേഷൻ, ഈ പിക്ചറിൽ കാണുന്നില്ലേ, ഇതാണ് ട്രാക്ടർ സെമി ട്രെയിലർ കോമ്പിനേഷൻ. ഓക്കെ, ഇതാണ് ട്രാക്ടർ സെമി ട്രെയിലർ കോമ്പിനേഷൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇതാണ്. സോ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് മിനിമം ഡയമെൻഷൻ 16 മീറ്റർ ആണ് കേട്ടോ. അതുപോലെ തന്നെ ട്രാക്ടർ ആൻഡ് ട്രെയിലർ കോമ്പിനേഷൻ, പെർഫെക്റ്റ്ലി ട്രാക്ടർ ആൻഡ് ട്രെയിലർ കോമ്പിനേഷൻ 18 മീറ്റർ ആണ് കേട്ടോ. 18 മീറ്റർ ആണ് അതിന്റെ. ഇതാണ് ട്രാക്ടർ ആൻഡ് ട്രെയിലർ കോമ്പിനേഷൻ. ഇതിന്റെ 18 മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, സോ അതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ maximum super elevation that is fixed by IRC in plain rolling terrain and in snow bound areas taking fixed traffic condition? നിങ്ങൾക്ക് അറിയാന്നുള്ളതായിരിക്കും. What is the maximum super elevation that is fixed by IRC that is fixed by IRC in a rolling terrain in a snowbound areas? Uh, 7% ആണ് കേട്ടോ. ഇപ്പൊ പറഞ്ഞ 10%ന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ നമുക്ക് 10%ന്റെ കാര്യം ഇതാണ് കേട്ടോ. സംഭവം എന്താന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഫോർ ദി ഹില്ലി റോഡ് ആണ് കേട്ടോ 10%. നമ്മൾ ചോദിച്ചിരിക്കുന്നത് പ്ലെയിൻ ആൻഡ് റോളിംഗ് ആണ്. പ്ലെയിൻ ആൻഡ് റോളിംഗിൽ ഈ മാക്സിമം വന്നിട്ട് 1 in 15, ദാറ്റ് ഇസ് 7% ആണ്. ഹില്ലിക്ക് വന്നിട്ട് 10% ആണ്. ഏർബൻ റോഡിന് 4% ആണ്. ഓക്കെ, അപ്പോൾ ഫോർ ഹില്ലി ആൻഡ് നോട്ട് ബൗണ്ട് ബൈ സ്നോ, ആ കണ്ടീഷൻ കൂടി ഒന്ന് നോക്കണം. ഹില്ലി നോട്ട് ബൗണ്ട് ബൈ സ്നോ, മാക്സിമം സൂപ്പർ എലിവേഷൻ ഓഫ് 10% ക്യാൻ ബി റെക്കമെൻഡഡ്. ഇനി താഴെ കാണുന്നില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇത്തിരി പൊക്കുവാണ്. ഞാൻ പൊക്കി വെച്ച് കാണിച്ചു തരാം. ആൻഡ് ഇൻ കേസ് ഓഫ് സൂപ്പർ ഏർബൻ സ്ട്രെച്ചസ് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു 4%. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റിൽ ഇതിൽ വന്നിട്ട് സ്നോ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹില്ലി റോഡിൽ നോട്ട് ബൗണ്ട് ബൈ സ്നോ ആണ് 10%. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 10% ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം ഈ 10% ചോദിക്കട്ടെ. അപ്പൊ അതാവുമ്പോൾ ഇയാൾക്ക് എഴുതാൻ പറ്റുമല്ലോ. Now, heavy foundation stones are not at all necessary to be placed at the bottom layer of road with subgrade cross slope of 1 in 36. Which of the following methods of construction use this concept? ഈ 1 in 36 എന്നുള്ള സ്ലോപ്പ് വരുമ്പോൾ തന്നെ നമുക്കൊരാളെ മനസ്സിലാവേണ്ടതാണ്. ഇദ്ദേഹം മാത്രമാണ് ഈ പരിപാടി ഒപ്പിച്ചത്. 1 in 36. ഹെവി ഫൗണ്ടേഷൻ സ്റ്റോൺസ് ആർ നോട്ട് അറ്റ് ഓൾ നെസസറി ടു ബി പ്ലേസ്ഡ് അറ്റ് ദി ബോട്ടം ലെയർ. ബോട്ടം ലെയറിൽ പ്ലേസ് ചെയ്തിരുന്നില്ല സ്റ്റോൺസ് ഒന്നും. പകരം അത് സബ്ഗ്രേഡ് ക്രോസ് സ്ലോപ്പ് 1 in 50 36 കൊടുത്തു. യെസ്, വെരി ഗുഡ്. ഇറ്റ് ഇസ് മെക്കാഡം. മെക്കാഡം എന്ന് പറഞ്ഞ ആളാണ് ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. മെക്കാഡം റോഡ് തന്നെയാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ്സ്.
A state highway is to be constructed with a bitumen concrete pavement with width 7 meters and 7 meters in wide and a camber 1 in 50 is provided. What is the rise of the crown? നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്, ഈ റൈസ് ഓഫ് ദി ക്രൗൺ. അതിപ്പോ പാരബോളിക്കിന്റെ കേസ് ആയാലും സ്ട്രെയിറ്റ് ലൈനിന്റെ കേസ് ആയാലും നമുക്ക് നോക്കണം. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒന്നും പറഞ്ഞിട്ടില്ല, സോ ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ സ്ട്രെയിറ്റ് ലൈൻ കേസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, പാരബോളിക് ആണെങ്കിൽ തീർച്ചയായിട്ടും പാരബോളിക് മെൻഷൻ ചെയ്യും. ഇതിനകത്ത് അങ്ങനെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് അത് പാരബോളിക് അല്ല സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് കൺസിഡർ ചെയ്യുവാണ്. ഇൻ കേസ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് ഇതിങ്ങനെ എഡ്ജസ് ഒക്കെ ആയിട്ട് ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കും. അപ്പോൾ ഇത് 1 in n ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് ഇസ് W/2n ആണ് അതിന്റെ ഫോർമുല. ആൻഡ് W is the width of ഈ റോഡ് നമുക്ക് തന്നിട്ടുണ്ട് 7 മീറ്ററിന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ദ മാക്സിമം ഹൈറ്റ് ഓഫ് ഗ്രൗണ്ട് is equal to, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ, 0.07 തന്നെ ആൻസർ. വെരി ഗുഡ്, 0.07 ആണ്. ഇറ്റ് ഈസ് 7 മീറ്റർ ഡിവൈഡഡ് ബൈ 2 into 1 in 15 തന്നിട്ടുണ്ട്. സോ 50 2n അല്ലേ. സോ ഇറ്റ് ഈസ് 0.07 meters. അപ്പോൾ 0.07 meters ആണ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇറ്റ് ഈസ് 0.07. ഓക്കെ, സോ ക്രൗണിന്റെ ഇനി ഇതിന്റെ തന്നെ പാരബോളിക്കും കൂടി കൈയോടെ ഞാൻ പറഞ്ഞേക്കാം. ചിലവർക്ക് പാരബോളിക് ഡൗട്ട് ഉണ്ടാവും, ഡൗട്ടല്ല, ഇൻ പാരബോളിക് എങ്ങാനും ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടേ. പാരബോളിക് കേമ്പറിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് 2x² ഡിവൈഡഡ് ബൈ NW ആണ്. ഈ എക്സ് എന്ന് പറയുന്നത് ഈ കേമ്പറിന്റെ ഈ എക്സും വൈയും ആണ് കേട്ടോ. സോ ഇത് വൈയും ഇത് എക്സ്. ഓക്കെ, സോ ഈ എക്സും വൈയും ആണ് കേട്ടോ ഈ എന്ന് പറയുന്നത്. അതുപോലെ ഈ എക്സിന്റെ ഡിസ്റ്റൻസ് നമുക്ക് ഇതിന്റെ പകുതി ആയിട്ടുള്ള മെഷർമെന്റ് ആയിട്ട് എടുക്കാം. ഇത് 7 മീറ്റർ ആണെങ്കിൽ 3.75 അങ്ങനെ എടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ എടുക്കാം. ഇനി which of the following geometric shape is not used as a transition curve in the alignment of highway? Which of the following is not used? യൂസ് ചെയ്യാത്തതാണ്, ചെയ്യുന്നതല്ല. സെമി സർക്കിൾ, ലെമൺ സ്കേറ്റ്, സ്പൈറൽ, ക്യൂബിക് പാരബോള. Which of the following is not used in a transition curve? അറിയാന്നുള്ളവർ ഇട്ടോളൂ. വെരി ഗുഡ്, ഇറ്റ് ഇസ് സെമി സർക്കിൾ തന്നെയാണ് കേട്ടോ. ബാക്കി ഇതൊക്കെ നമ്മളുടെ ട്രാൻസിഷൻ കർവിന്റെ ഷേപ്പ് ആണ്. ഓർമ്മയുണ്ടാവും ആ ഡയഗ്രാം. ഓക്കെ, ഞാൻ പിന്നെ വരയ്ക്കുന്നൊന്നുമില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. വൈകാരി കൃഷ്ണ എന്ന് വിളിക്കാം, അല്ലാതെ എളുപ്പം തോന്നും. ഓക്കെ, സോ ഇറ്റ് ഈസ് കൃഷ്ണ. സോ ഇറ്റ് ഇസ് സെമി സർക്കിൾ. ഓക്കെ, if the maximum allowable speed of a vehicle is 20 meter per second and can accelerate at 0.25 meter per second square, then what must be the radius of the circular curve and the length of the transition curve such that the ratio of centrifugal force on vehicle to its weight is 1:4? ഇത് 1:4 എന്നുള്ള 1:47 എന്നില്ല കേട്ടോ, ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു. ഓക്കെ, ഇറ്റ് ഇസ് 1:4 ഉള്ളി. ഓക്കെ, സോ ഇത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണ്ടേ എന്നുള്ളതാണ്. സോ ഇത് വർക്ക്ഔട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇൻ കേസ് ഓഫ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്, ഇച്ചിരി പണിയുള്ള കാര്യമാണ്. ട്രാൻസിഷൻ കർവ് on the basis of rate of change of acceleration, rate of change of acceleration, that is L is equal to v² divided by r into c. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനങ്ങളാണ് ഈ എല്ലും ഈ ആറും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ വന്ന വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നമുക്ക് the ratio of centrifugal force on the vehicle on its weight is 1:4 എന്ന് തന്നിട്ടുണ്ട്. 1:4 എന്ന് അതിന്റെ വെഹിക്കിളിന്റെ
ഇത് തന്നിട്ടുണ്ട്. അതായത് P/W is equal to V square divided by G into R എന്നുള്ള ഫോർമുല. ഇതിൽ P/W നമുക്ക് തന്നിട്ടുണ്ട്, that is 1/4. That is equal to 20 square divided by 20 square. നമ്മുടെ വെഹിക്കിളിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. G വന്നിട്ട് 10 എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് തന്നെ എടുക്കാം. ഇൻറ്റു R. സോ നമുക്ക് R കിട്ടി. സോ R is equal to 160 meters എന്ന് കിട്ടി. ഇപ്പൊ ഏകദേശം 160 meters കിട്ടി. അപ്പൊ ഇതിനകത്ത് ഈ ഓപ്ഷനിൽ രണ്ട് ഓപ്ഷൻ വന്നു നമുക്ക്. 160 വന്നു, സിയും ഡിയും. അപ്പൊ ഒന്നില്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി. അപ്പൊ അതുപോലെ തന്നെ ബി വരില്ല. ഓക്കെ, ബിക്കോസ് അതിന്റെ ഓപ്ഷൻ വേറെയാണല്ലോ. 6 എന്താന്നുള്ളത് പിടികിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് L is equal to V square divided by R into C എന്നാണ്. അപ്പൊ ഇതിനകത്തിൽ സി എന്താന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, സി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ആക്സിലറേഷൻ ആണ്. ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ ജെർക്ക് എന്നൊക്കെ പറയില്ലേ, വണ്ടി ജെർക്ക് ആവുന്നത്, ഓർ ജെർക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പം അതിനൊരു ഫോർമുല ഉണ്ട്. C is equal to it is 80/75 plus V എന്നാണ് ഫോർമുല. It is 80 divided by 75 plus V. ഇനി ഈ V ആണെങ്കിൽ കിലോമീറ്റർ പെർ അവറിലാണ്. നമ്മൾക്ക് തന്നിരിക്കുന്ന V വന്നിട്ട് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ അത് നമ്മൾ ഇൻറ്റു 5/18 ചെയ്തിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്യണം കേട്ടോ. സോ 75 പ്ലസ് 5/18 ഇൻറ്റു 5/18 അല്ല 18/5. ഓക്കെ, കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാനല്ലേ. സോ ഇറ്റ് ഈസ് 20 ഇൻറ്റു 18/5 നമുക്ക് 72 എന്ന് കിട്ടും തോന്നുന്നു അല്ലെ 20യുടെ. ഓക്കെ, സോ ഇറ്റ് ഈസ് 80 divided by 175 plus 72. So you'll be getting 0.54 meter per second cube ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുപോകുന്ന ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ എനിക്ക് അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുവാണ്. ഞാൻ വേറെ കളറിൽ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതാണെന്ന്. സോ L is equal to V square divided by R നമുക്ക് കണ്ടുപിടിച്ചു 160 meters. V നമ്മൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എല്ലാം മീറ്റേഴ്സിലാണ് കേട്ടോ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആകെ നമ്മൾ ആ സി കണ്ടുപിടിക്കുന്ന ഫോർമുലയിൽ മാത്രമേ കിലോമീറ്റർ പെർ അവർ ഉള്ളൂ. ബാക്കി എല്ലാം മീറ്റേഴ്സിലാണ്. 20 സ്ക്വയർ ഇൻറ്റു 160 ഇൻറ്റു 0.54. So you'll be getting answer ഏകദേശം 91.91. That is approximately 92 meters. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് 160 മീറ്ററും 92 മീറ്റേഴ്സും. ഇതാണ് കേട്ടോ ആൻസർ. സംഭവം കിട്ടിയല്ലോ. സംഭവം എളുപ്പമാണ്, പക്ഷെ കുറച്ച് ടൈം എടുക്കുന്ന കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. അതിൽ സി മാത്രമാണ് കിലോമീറ്റർ പെർ അവറിൽ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം മീറ്റർ പെർ സെക്കൻഡിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 cars moving in opposite direction with a speed 25 meter per second and 20 meter per second. And design coefficient of friction is 0.35, then what must be the minimum side distance to avoid the head-on collision? Head-on collision avoid ചെയ്യാൻ വേണ്ടിയിട്ടുള്ള minimum side distance എത്രയാണെന്നാണ് question. Okay, so ഈ കേസിൽ വന്നിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം, രണ്ട് കാറുകളാണ്. ഒരു കാർ എ, ഇനി ഒരു കാറിന്റെ പേര് ബി എന്ന് ഞാൻ ഇട്ടു. ഈ രണ്ട് കാറും കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഹെഡ് ഓൺ കൊളിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡിസ്റ്റൻസിനെ, സൈഡ് ഡിസ്റ്റൻസിനെ ഞാൻ SS_D1 എന്നും ഇതിനെ ഞാൻ SS_D2 എന്നും എഴുതുവാണ്. അപ്പം SSD, that is the stopping side, safe stopping side distance is equal to SS_D1 plus SS_D2. അപ്പൊ നമ്മൾ ആ D1ഉം D2ഉം കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ കാർ എ ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. സോ കാർ എയുടെ SS_D1 is equal to VA into T പ്ലസ് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ ഫോർമുല. പക്ഷെ ഇതിനകത്തിൽ എല്ലാം മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് 0.278ന്റെ ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് VA സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G into F. അപ്പൊ VA എന്ന് പറയുന്നത് 25 into 2.5 പ്ലസ് V സ്ക്വയർ എന്ന് പറയുന്നത് 25 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into
10 into G വന്നിട്ട് നമ്മൾ 10 എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. 0.35. So you will be getting answer 151.78 meters എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് കാർ ബി. ഇൻ കേസ് ഓഫ് കാർ ബിക്ക് എന്താണ് SSD2. ഓക്കെ, ദാറ്റ് ഈസ് സെയിം വേ നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് VB into T. ഞാൻ ബി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ, തിരിച്ചറിയാൻ വേണ്ടി ഇട്ടതാണ്. ഓക്കെ, VB the whole square divided by 2G into F. എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. VB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 meter per second എന്ന് തന്നിട്ടുണ്ട്. നേരത്തെ കേസിൽ ഇറ്റ് ഇസ് 25ഉം 20ഉം ആണ്, രണ്ട് കാറാണ്. ഓക്കെ, അപ്പൊ 20 into T വന്നിട്ട് 2.5 എന്ന് തന്നിട്ടുണ്ട്, പ്ലസ് 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into 10 into 0.35 എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ആൻസർ വന്നിട്ട് 107.14 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഹെഡ് ഓൺ കൊളിഷൻ, രണ്ട് കാറുകളും തമ്മിലുള്ള ഹെഡ് ഓൺ കൊളിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ രണ്ടിന്റെയും സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്യുക. അപ്പൊ രണ്ടിന്റെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്യും. ഓക്കെ, സോ SSD is equal to എത്രയാണ് 150. ആദ്യത്തേത് 151.78ഉം രണ്ടാമത്തേത് 107.14ഉം ആണ്. സോ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ 258.92 മീറ്റേഴ്സിന് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ ഡി 93 മീറ്റേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതിനകത്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പൊ ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഈ ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെച്ചത്. ഇതൊരു യൂഷ്വലി അങ്ങനെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. So the total width of the pavement on a horizontal curve is 7.5 meter. അപ്പോൾ horizontal curve total width 7.5 meter എന്ന് തന്നിട്ടുണ്ട്. And the super elevation is 0.06 meters. Calculate the magnitude at the raising, of raising at the outer edge of the pavement with respect to the center line and the inner edge. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് ചെയ്യാനായിട്ടുള്ള പടിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് രണ്ട് ഫോർമുലാസ് ആണ് ഉള്ളത്. ഒന്ന്, if pavement is rotated about the inner side. അപ്പം if pavement, ആദ്യത്തെ കേസ് വന്നിട്ട് ഒരെണ്ണം ഇന്നർ എഡ്ജും ഇനി ഒന്ന് വന്നിട്ട് സെന്റർ ലൈനും ആണ് പറഞ്ഞിരിക്കുന്നത്. Then pavement rotated with respect to, അല്ലെങ്കിൽ with respect to അല്ല, about ഇടാം. ഓക്കെ, about inner side. Then rise of the outer, is equal to E into W. ഇതിൽ E നമുക്ക് തന്നിട്ടുണ്ട്, സൂപ്പർ എലിവേഷൻ 0.06 മീറ്റർ തന്നിട്ടുണ്ട്. W എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ റോഡ് 7.5 മീറ്റർ. സോ ഇറ്റ് ഇസ് 0.45 മീറ്റേഴ്സ്. അപ്പം രണ്ട് കേസിൽ വന്നിട്ട് രണ്ടാമത്തെ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇന്നർ എഡ്ജ് ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് പാർട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതേ സംഭവം ഇറ്റ് ഇസ് റൊട്ടേറ്റഡ് അബൌട്ട് ദ സെന്റർ ലൈൻ. ഇതേ സംഭവം തന്നെ സെന്റർ ലൈൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ റൈസ് ഓഫ് ദി ഔട്ടർ എഡ്ജ്, edge is equal to EW by 2. That is same തന്നെ 0.45 divided by 2. So you will be getting 0.225 meters. Okay, അപ്പോൾ 0.225 meters 0.45 meters ആണ് ആൻസർ. ഓക്കെ, സോ ഇത് കിട്ടിയെന്ന് വിചാരിക്കണു. ഇനി ഓക്കെ, ഈ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താഴെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിനകത്തിൽ അറ്റൻഡ് ചെയ്യുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ISROന്റെ, അതുപോലെ തന്നെ
ISRO സയന്റിസ്റ്റിന്റെ എക്സാം ആണ് ഇനി വരാനുള്ളത്. SSC JE വരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും ഗേറ്റും വരുന്നുണ്ട്. ഓക്കെ, അതും ബിടെക്കാരുടെ അടുത്താണ് പറയുന്നത്. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ലെറ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ എക്സാംസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് എഴുതുക. അപ്പോൾ താങ്ക് യു.